എല്ലാവർക്കും നമസ്കാരം. മനയത്തേറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഇളം പച്ചയും വെള്ളയും കലർന്ന ഇലകളുള്ള മണിപ്ലാന്റ് എന്ന ചെടി. ഒരു മൂട് മണിപ്ലാന്റെങ്കിലും ഒന്ന് പച്ച പിടിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നമ്മളിൽ മിക്കവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നതിന് കാരണം വാസ്തുഭാഗ്യം കൊണ്ടുവരുന്ന ധനസമ്പത്ത് കൊണ്ടുവരുന്ന ചെടിയാണ് മണിപ്ലാന്റ് എന്നുള്ളത് കൊണ്ടാണ്. വാസ്തുശാസ്ത്രപ്രകാരം ഏറ്റവും കൂടുതൽ ധനം കൊണ്ടുവരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചെടിയാണ് മണിപ്ലാന്റ്. ചൈനീസ് വാസ്തുശാസ്ത്രപ്രകാരം വായു ശുദ്ധീകരിക്കുവാൻ മണിപ്ലാന്റിനോളം കഴിവുള്ള മറ്റൊരു ചെടിയില്ല. കൂടാതെ വീടിനുള്ളിൽ ഊർജം നിറയ്ക്കുവാനും മണിപ്ലാന്റിന് കഴിയും. ഫെങ്ഷുയി വിദഗ്ധർ കമ്പ്യൂട്ടർ, ടെലിവിഷൻ തുടങ്ങിയവയുടെ സമീപത്ത് മണിപ്ലാന്റ് വെക്കുവാൻ നിർദ്ദേശിക്കാറുണ്ട്. വീടിന്റെ മൂലയിൽ മണിപ്ലാന്റിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഉത്കണ്ഠയും സമ്മർദ്ദവും അകലുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് സുഖനിദ്ര നൽകുവാനും മണിപ്ലാന്റിന് കഴിയും. ഫെങ്ഷുയി ശാസ്ത്രപ്രകാരം ധനത്തിന്റെ ചെടിയായിട്ടാണ് മണിപ്ലാന്റിനെ കാണുന്നത്. എന്നാൽ ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും മണിപ്ലാന്റ് വളർത്തുന്നവർ എന്നോട് പറയാറുള്ള ഒരു പരാതി അല്ലെങ്കിൽ പരിഭവമുണ്ട്. തിരുമേനി, മണിപ്ലാന്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു, അത് നന്നായിട്ട് വളരുന്നുമുണ്ട്, നല്ല രീതിയിൽ തന്നെ തഴച്ചു വളരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊരു ഭാഗ്യവും കിട്ടിയില്ല. പൈസ ഒന്നും വന്നതുമില്ല, ഉള്ള കടക്കിണിയും കടബാധ്യതകളും കൊണ്ട് ഞങ്ങൾ വീർപ്പ് മുട്ടുകയുമാണ്. ഇന്നുവരെ ഞങ്ങൾക്കൊരു ഗുണവും കിട്ടിയില്ല. ഇതിങ്ങനെ വളരുന്നുണ്ടെന്നല്ലാതെ ഞങ്ങൾക്ക് അതിന്റെ ഒരു പ്രയോജനവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ട് യാതൊരുവിധ പ്രയോജനവും വന്നു ചേർന്നിട്ടില്ല. ഞാൻ വാസ്തു നോക്കാൻ പോകുന്ന വീടുകളിലുള്ള പലരും ഇത്തരത്തിലുള്ള പരിഭവങ്ങൾ ധാരാളമായിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പരിഭവമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ അധ്യായം. നിങ്ങൾ വീട്ടിൽ മണിപ്ലാന്റ് വളർത്തുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്ക് മണിപ്ലാന്റ് തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും ഉന്നതമായ ഫലം നൽകും. നിങ്ങൾ ഓരോരുത്തരും മണിപ്ലാന്റ് വീട്ടിൽ വളർത്തുമ്പോൾ അതിന്റെ ഇരട്ടി ഫലം ലഭിക്കുന്നതിനായിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ എനർജൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒപ്പം മണിപ്ലാന്റിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ചെടി കൂടി നിങ്ങൾ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കണം. കാരണം അത് ഇരട്ടി ഫലം നൽകുമെന്നാണ് പറയുന്നത്. മണിപ്ലാന്റിനൊപ്പം ഞാൻ ഈ പറയുന്ന ചെടി കൂടി നിങ്ങൾ നട്ടു വളർത്തിയാൽ അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക. ഫലം സുനിശ്ചിതമാണ്, ഇരട്ടി ഫലം കിട്ടും. ഒരുപാട് പേർക്ക് അതിന്റെ അനുഭവം ഉള്ളതാണ്. അപ്പോൾ 2-3 ചെടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് ആളുകൾ വാസ്തുവൊക്കെ നോക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് അതിന്റെ ഫലം വളരെ വളരെ മടങ്ങായിട്ട് ലഭിക്കാറുമുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഐശ്വര്യവും യോഗവും നല്ല രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ അതിന്റെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ വാസ്തുശാസ്ത്രം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ മണിപ്ലാന്റ് നമ്മൾക്ക് ഫലം തരാതെ പോകുന്നത് എന്നുള്ളത്. മണിപ്ലാന്റ് വീട്ടിൽ നട്ട് അതിന്റെ ഫലം കിട്ടാതെ പോകുന്നതിന് 2-3 കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മണിപ്ലാന്റ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് 2 മണിപ്ലാന്റ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഒന്ന് നമുക്ക് വീടിനുള്ളിൽ വെക്കാം, ഒരു കുപ്പിയിലോ ഭരണിയിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിനുള്ളിലോ ഒക്കെ. എന്നാൽ ചിലര് ഇതിനെ കൊണ്ടുവന്നിട്ട് വീട്ടിലെ മരങ്ങൾ ഉള്ളതിന്റെ ചുവട്ടിൽ, വൃക്ഷങ്ങൾ ഉള്ളതിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഈ 2 രീതിയിലും നടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നടുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പലരും ചെയ്യുന്ന ഒരു തെറ്റ്, മണിപ്ലാന്റ് വാങ്ങിക്കൊണ്ടുവന്ന് ഒരു കുപ്പിയിൽ ജലം നിറച്ച് വീട്ടിലെ ഫ്രിഡ്ജിന്റെ പുറത്തോ TV സ്റ്റാൻഡിന്റെ പുറത്തോ അടുക്കളയിലോ ബെഡ്റൂമിലോ ഹാളിലോ ഒക്കെ വെക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ യഥേഷ്ടം വെക്കാൻ പറ്റുന്ന ഒരു ചെടിയല്ല മണിപ്ലാന്റ് എന്ന ചെടി. നിങ്ങൾ എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് തോന്നുന്ന രീതിയിൽ വെക്കുവാൻ പറ്റുന്ന ഒരു ചെടിയല്ല മണിപ്ലാന്റ്. കാരണം സ്ഥാനം തെറ്റിച്ച് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ, വിപരീത ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ അധ്യായം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മണിപ്ലാന്റ് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ആ മണിപ്ലാന്റ് മാറ്റുക. കാരണം ബെഡ്റൂമിൽ മണിപ്ലാന്റ് വെക്കുന്നത് വളരെയേറെ വാസ്തുദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ഗുണവും കിട്ടുകയില്ല, അത് വളരെ ദോഷമായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്യും. മണിപ്ലാന്റ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് വേണം വെക്കുവാൻ.
അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ ബെഡ്റൂം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരിക്കലും മണി പ്ലാന്റ് വെക്കരുത്. അപ്പോൾ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും വെക്കാം. പക്ഷെ അവിടെ ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ആ ബെഡ്റൂമുകളിൽ ഒരിക്കലും വെക്കരുത്. മറ്റു ഭാഗങ്ങളിൽ മറ്റു മുറികളിൽ നിങ്ങൾക്ക് വെക്കാം. വീടിന്റെ പുറത്തായാലും കുഴപ്പമില്ല. ഈ വടക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും നിങ്ങൾക്ക് മണി പ്ലാന്റ് വെക്കാം. നിങ്ങളുടെ വീടിന്റെ അടുക്കള തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ അത് ഏറ്റവും നല്ല സ്ഥാനമാണ് മണി പ്ലാന്റ് വെക്കുവാൻ. ഒരു വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മ ഒരു മണി പ്ലാന്റ് തെക്ക് കിഴക്ക് മൂലയിൽ വെച്ച് അത് അടുക്കളയ്ക്ക് ഉള്ളിലായാലും കുഴപ്പമില്ല, അത് വെച്ച് അതിനെ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ പരിചരിച്ച് വളർത്തിയാൽ അതിൻ്റെതായ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വീട്ടമ്മമാർ ഒരു മണി പ്ലാന്റിന്റെ തണ്ട് ഒരു കുപ്പിയിൽ അതിനകത്ത് വെള്ളമൊഴിച്ച് അത് നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അകത്തായാലും പുറത്തായാലും ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന രീതിയിൽ പരിചരിച്ച് നല്ല രീതിയിൽ വളർത്തുക. നിങ്ങൾക്ക് അതീവ ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കും. തീർച്ചയായിട്ടും ആ മണി പ്ലാന്റ് വളർന്നു വരുന്നത് പോലെ നിങ്ങൾക്ക് അതിൻ്റെതായ ഉയർച്ചയും സമ്പത്തും എല്ലാം വന്നു ചേരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയിൽ ഇങ്ങനെ മണി പ്ലാന്റ് ക്രോപ്പ് ചെയ്ത് വളർത്താം. അടുക്കളയിൽ തെക്ക് കിഴക്കേ ഭാഗത്ത് വളർത്തുന്നത് ഏറ്റവും ഉചിതമാണ്. അതുപോലെ വടക്ക് ഭാഗത്ത് വളർത്തുന്നതും ഏറ്റവും ഉചിതമാണ്. എന്നാൽ ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് മണി പ്ലാന്റ് വളർത്തുവാൻ പാടില്ല. അപ്പോൾ വടക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്തും വളർത്താം. ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് മണി പ്ലാന്റ് വളർത്തുവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഏറ്റവും നല്ലത് തെക്ക് കിഴക്ക് ഭാഗത്ത് മണി പ്ലാന്റ് വളർത്തുന്നതാണ്. ചിലര് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും വളർത്താറുണ്ട്, അതുകൊണ്ട് ദോഷമില്ല. എങ്കിലും തെക്ക് കിഴക്ക് ഭാഗത്താണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഇതാണ് മണി പ്ലാന്റിന്റെ സ്ഥാനം. സ്ഥാനത്ത് വെച്ചാൽ മാത്രമേ മണി പ്ലാന്റ് വളർത്തുന്നതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിന്റെ ഐശ്വര്യവും സമ്പത്തും നിങ്ങളെ തേടിയെത്തുകയുള്ളൂ. സാമ്പത്തികമായി നമ്മൾ അല്പം മോശം അവസ്ഥയിലാണെങ്കിൽ മണി പ്ലാന്റ് ഒരിക്കലും വീടിന്റെ വടക്ക് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ നടരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ മണി പ്ലാന്റ് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രമേ നടാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും അഭികാമ്യം. ഈ ഭാഗത്ത് മണി പ്ലാന്റ് നട്ടാൽ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുവാൻ കഴിയും. ഇതിന് ഒരു കാരണവുമുണ്ട്. ഗണപതിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഭാഗമാണ് തെക്ക് കിഴക്ക്. ശുക്രനും തെക്ക് കിഴക്ക് ഭാഗത്താണ് നിലനിൽക്കുന്നത്. ഗണപതി നിർഭാഗ്യത്തെ ഇല്ലാതാക്കും, വീനസ് ധനം വർദ്ധിപ്പിക്കും, ശുക്രൻ ധനം വർദ്ധിപ്പിക്കും. അങ്ങനെ നിർഭാഗ്യത്തെ ഇല്ലാതാക്കി ധനം വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയായിരിക്കണം മണി പ്ലാന്റ് നടേണ്ടത്. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നെഗറ്റീവ് എനർജി ഉള്ള വശമാണ്. ഇത് മാത്രമല്ല, ഈ ഭാഗത്തിന്റെ അധിപൻ ജൂപ്പിറ്റർ അഥവാ വ്യാഴമാണ്. വ്യാഴവും ശുക്രനും പരസ്പര ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മണി പ്ലാന്റ് ഒരിക്കലും നടരുത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ സ്ഥാനമാണ്. വ്യാഴം എന്ന് പറയുന്ന ഈശ്വരാധീനമുള്ള സ്ഥാനമാണ്. എന്നാൽ വ്യാഴമല്ല നമ്മൾക്ക് സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഐശ്വര്യവും നൽകുന്നത്, മറിച്ച് ശുക്രനാണ്. സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നത് ശുക്രനാണ്. വ്യാഴ സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് നമ്മൾ മണി പ്ലാന്റ് നടുമ്പോൾ വ്യാഴവും ശുക്രനും ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് നമുക്ക് വിപരീത അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അപ്പോൾ നിങ്ങൾ വാസ്തുഭാഗ്യത്തിന് വേണ്ടി വളർത്തുന്ന മണി പ്ലാന്റ് ആണെങ്കിൽ, ചിലർ വാസ്തുഭാഗ്യത്തിനല്ലാതെയും മണി പ്ലാന്റ് വളർത്താറുണ്ട്. ഞാൻ അധ്യായത്തിന്റെ ആദ്യം പറഞ്ഞതുപോലെ അലങ്കാരങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി മണി പ്ലാന്റ് വളർത്താറുണ്ട്. വാസ്തു ഫലം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് വളർത്തുന്ന മണി പ്ലാന്റ് ആണ് എങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ അത് ഒടിക്കുവാനും ഇലകൾ പറിക്കുവാനും അതിനെ നുള്ളി നോവിക്കുവാനും പാടില്ല. പലർക്കും ഉള്ളൊരു സ്വഭാവമാണ്, ഒരു ചെടി ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ അതിനൊന്ന് ഞെരടി നോക്കുക, അതിന്റെ ഇലകൾ പറിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന്റെ തണ്ടോ ഇലകളൊക്കെ നുള്ളി പറിച്ചെടുക്കുക. അങ്ങനെ ഒന്നും ചെയ്യുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിച്ച ഫലം ഒരിക്കലും കിട്ടുകയില്ല. നിങ്ങൾ വാസ്തുഭാഗ്യത്തിനായി നിങ്ങൾ നിങ്ങളുടെ അടുക്കളയുടെ തെക്കിഴക്കേ മൂലയിലോ അല്ലെങ്കിൽ വീടിന്റെ തെക്കിഴക്കേ മൂലയിലോ മണി പ്ലാന്റ് വളർത്തുന്നുണ്ട്. അങ്ങനെ മണി പ്ലാന്റ് വളർത്തുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും, നിങ്ങളുടെ വീടുകളിൽ അതിഥികളായി എത്തുന്ന ആരെങ്കിലും അതിനെ ഒന്ന് തൊട്ട് നോക്കാം, ഒന്ന് പറിച്ച് അതിന്റെ ഇലകൾ പറിച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അതിന് സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, ഇത് ഞങ്ങൾ വാസ്തുവിന് വേണ്ടി വളർത്തുന്നതാണ്, ഒരിക്കലും പുറത്തുനിന്നുള്ളവർ അതിന്റെ ഇലകൾ പറിക്കുവാനോ മറ്റൊരു രീതിയിൽ നുള്ളി നോവിക്കുവാനോ പാടില്ല. അപ്പോൾ അവരോട് പറയുക, ഇത് ഞങ്ങൾ വാസ്തുവിന് വേണ്ടി വളർത്തുന്ന മണി പ്ലാന്റ് ആണ്, പുറത്തു നിന്നുള്ളവർ അതിനെ തൊടാൻ പാടില്ല എന്ന് തുറന്നു തന്നെ നിങ്ങൾ പറയണം.
അങ്ങനെ പറഞ്ഞു തന്നെ നിങ്ങൾ മണി പ്ലാന്റ് വളർത്തണം. അപ്പൊ പുറത്തുനിന്നുള്ളവർ നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിലും മോശം ഉദ്ദേശത്തോടെ ആണെങ്കിലും നിങ്ങൾ വളർത്തുന്ന വാസ്തുഭാഗ്യത്തിനായി വളർത്തുന്ന മണി പ്ലാന്റ് തൊടുവാൻ പാടില്ല. അതുപോലെ മണി പ്ലാന്റ് നിങ്ങൾ വീടുകളിൽ വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവർ മണി പ്ലാന്റ് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. അതായത് പൈസ കൊടുത്ത് ക്യാഷ് കൊടുത്ത് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് നടുന്നതാണ് ഏറ്റവും ഉത്തമം. അതാണ് ഏറ്റവും നമുക്ക് കൂടുതൽ വാസ്തു സൗഭാഗ്യം തരുന്നതും. അപ്പോൾ മണി പ്ലാന്റ് മറ്റു വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് ദാനമായിട്ട് തരുന്ന മണി പ്ലാന്റ് കൊണ്ടുവന്ന് നടുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും വീടുകൾ, നിങ്ങളുടെ സ്വന്തപ്പെട്ട വീടുകളോ നിങ്ങൾ ബന്ധുക്കളുടെ വീടുകളിൽ നിന്നൊക്കെ അങ്ങനെ മണി പ്ലാന്റ് തരികയാണെങ്കിൽ 1 രൂപയെങ്കിലും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ മണി പ്ലാന്റ് നിങ്ങൾ വാങ്ങുക. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടുവാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് മണി പ്ലാന്റ് നൽകുകയാണെങ്കിൽ 1 രൂപ അവരെ ഏൽപ്പിച്ചുകൊണ്ട് അത് വിലയ്ക്ക് വാങ്ങുന്ന രീതിയിൽ വേണം നിങ്ങൾ ആ മണി പ്ലാന്റ് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് നടുവാനായിട്ട്. നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെയാണ് നിങ്ങൾക്ക് മണി പ്ലാന്റ് തരുന്നതെങ്കിൽ അവർക്ക് ക്യാഷ് വാങ്ങുവാൻ പ്രയാസമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ 1 രൂപയുണ്ടെങ്കിൽ അതൊരു ചടങ്ങായിട്ട് കൊടുത്തുകൊണ്ട്, അതൊരു വിലയ്ക്ക് ആണെന്നുള്ള സങ്കല്പത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുക. പരിചരണം വളരെ അത്യാവശ്യമാണ്. ഒരിക്കലും അത് നിന്നുണങ്ങുവാൻ പാടില്ല എന്നുള്ളതാണ്. ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിന്നുണങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ ദോഷം ചെയ്യും. അപ്പോൾ വീടുകളിൽ മണി പ്ലാന്റ് വളർത്തുന്നവർ അതിന് പരിചരണം കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വളർത്തുക. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മണി പ്ലാന്റ് വളർത്തുവാൻ ഏറ്റവും അനുകൂലമായ സ്ഥാനം തെക്കിഴക്ക് സ്ഥാനമാണ്. ഇനി വടക്ക് ഭാഗത്തേക്കാണ് നിങ്ങൾ മണി പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ ഈ മണി പ്ലാന്റിനോട് ചേർന്ന് വരുന്ന 2 ചെടികളുണ്ട്. മണി പ്ലാന്റിന്റെ മറ്റൊരു വിഭാഗത്തിൽ വരുന്ന ജെയ്ഡ് മണി പ്ലാന്റ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന മണി പ്ലാന്റ്, അതുപോലെ ചൈനീസ് മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന മണി പ്ലാന്റ്, ഇത് രണ്ടും ലോകത്തുള്ള മറ്റ് ആസ്ട്രോളജികളിൽ ഏറ്റവും ശുഭകരമായിട്ട് പറയുന്ന 2 ചെടികളാണ്. നിങ്ങളുടെ വീടുകളിൽ സാധാ മണി പ്ലാന്റ് ഉണ്ട്, അത് നിങ്ങളുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ നട്ടു വളർത്തുന്നുണ്ട് എങ്കിൽ വീടിന്റെ വടക്ക് ഭാഗത്ത് ഒരു ജെയ്ഡ് മണി പ്ലാന്റ് വാങ്ങി അത് നട്ടു വളർത്തുക. അതല്ലെങ്കിൽ ഒരു ചൈനീസ് മണി പ്ലാന്റ് വാങ്ങി അത് വടക്ക് ഭാഗത്ത് നട്ടു വളർത്തുക. ഇനി വടക്ക് ഭാഗത്താണ് നിങ്ങൾ സാധാ മണി പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ ഒരു ജെയ്ഡ് മണി പ്ലാന്റോ ഒരു ചൈനീസ് മണി പ്ലാന്റോ വാങ്ങി അത് തെക്ക് കിഴക്ക് ഭാഗത്ത് നട്ടു വളർത്തണം. നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന 2 ചെടികളാണ് ഈ ജെയ്ഡ് മണി പ്ലാന്റും ചൈനീസ് മണി പ്ലാന്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സാധാ മണി പ്ലാന്റുകൾ വളർത്തുന്ന വീടുകളിൽ ഈ 2 മണി പ്ലാന്റുകൾ ഏതെങ്കിലും ഒന്നുകൂടി ഞാൻ പറഞ്ഞ പ്രകാരം നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. അതായത് വടക്ക് ഭാഗത്താണ് നിങ്ങൾ സാധാ മണി പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ ജെയ്ഡ് മണി പ്ലാന്റോ അല്ലെങ്കിൽ ചൈനീസ് മണി പ്ലാന്റോ വളർത്തുക. ഇനി തെക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങൾ സാധാ മണി പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ വടക്ക് ഭാഗത്ത് ജെയ്ഡ് മണി പ്ലാന്റോ ചൈനീസ് മണി പ്ലാന്റോ വാങ്ങി നട്ടു വളർത്തുക. ഞാനിവിടെ പറഞ്ഞ പ്രകാരം നിങ്ങൾ വാസ്തു ചെടിയായ ഈ മണി പ്ലാന്റ് ഒന്ന് നട്ടു വളർത്തി നോക്കൂ. ഒരുപാട് ആളുകൾ വാസ്തു നോക്കി ഇതുപോലെ ചെയ്യുന്നതാണ്. അവർക്ക് അതീവ ഭാഗ്യവും സമ്പത്തും ധനവുമെല്ലാം ധാരാളമായിട്ട് വന്നു ചേരുന്നുണ്ട്. ആരോഗ്യപരമായും വാസ്തുപരമായും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മണി പ്ലാന്റ്. ഇതിന് വളരുവാൻ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളരുന്ന ഈ ചെടി വീട്ടിനകത്തും പുറത്തും വെക്കാം. കൂടുതലായി കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും വിഷാംശമുള്ള ഘടകങ്ങളെ ഇല്ലാതാക്കുകയും ഓക്സിജൻ ധാരാളം പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വായുവിനെ ശുദ്ധീകരിച്ച് നമുക്ക് ശുദ്ധമായ വായു നൽകുന്നൊരു ചെടി കൂടിയാണ് മണി പ്ലാന്റ്. വായുവിനെ എത്രത്തോളം ശുദ്ധീകരിക്കുന്ന മറ്റൊരു ചെടി ഇല്ല എന്ന് തന്നെ പറയാം. ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് ഇത് വീട്ടിൽ വയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. അമിതമായ ടെൻഷൻ, മാനസിക സംഘർഷം എന്നിവ ഒഴിവാക്കപ്പെടും. വാസ്തുപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള ചെടിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് വെച്ചിരിക്കുന്ന സ്ഥലവും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ള ആളുകൾ ഇത് മുറിക്കുവാൻ പാടില്ല. ഇതിന്റെ ഓരോ ചില്ലയിലും 5 ഇലകളാണുള്ളത്. അതിൽ ഓരോന്നും വെള്ളം, ഭൂമി, ലോഹം, തടി, തീ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മണി പ്ലാന്റിന്റെ പ്രാധാന്യം മനസ്സിലാകുമല്ലോ. ഒരു കാരണവശാലും വടക്കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങളിലും മണി പ്ലാന്റ് വളർത്തുവാൻ പാടില്ല. ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ സാധാരണ പ്രതലത്തിൽ നിന്ന് ഉയർന്ന് മാത്രമേ ഈ ചെടി നമ്മൾ വീട്ടിൽ വളർത്തുവാൻ പാടുള്ളൂ. വീടിന്റെ പുറത്ത് വളർത്തുന്നവർ ആണെങ്കിലും വെറും നിലത്ത് ഇത് വളർത്താൻ പാടില്ല. തറ കെട്ടി അതിന് മുകളിൽ വെച്ച് മാത്രമേ വളർത്താൻ പാടുള്ളൂ. കൂടാതെ വീട്ടിൽ വളർത്തുന്ന മണി പ്ലാന്റിന്റെ തൈ, തണ്ട് എന്നിവ മറ്റൊരാൾക്ക് നമ്മൾ നൽകുവാനും പാടില്ല. മറ്റൊരാൾ മുറിച്ചെടുക്കുന്നത് പോലെ നമ്മൾ അവർക്ക് നൽകുവാനും പാടില്ല.
നിങ്ങൾ മണി പ്ലാന്റ് വളർത്തുമ്പോൾ അതിലെ കരിഞ്ഞുണങ്ങിയ ഇലകൾ മണി പ്ലാന്റിൽ നിന്ന് നീക്കം ചെയ്തു വേണം വളർത്തുവാൻ. മണി പ്ലാന്റ് ഒരിക്കലും തറയിൽ പടരരുത്. അതായത് ഇലകളും തണ്ടും തറയിൽ തൊട്ട് വളരാൻ അനുവദിക്കരുത്. ഇതുകൊണ്ട് ചട്ടിയിലോ അല്ലെങ്കിൽ മുകളിലേക്ക് പടരുന്ന വിധത്തിലോ വേണം നമ്മൾ മണി പ്ലാന്റ് വളർത്തുവാൻ. മണി പ്ലാന്റിന് റേഡിയേഷൻ വലിച്ചെടുക്കുവാൻ പ്രത്യേക കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെ വൈഫൈ റൂട്ടർ, കമ്പ്യൂട്ടർ എന്നിവയ്ക്കടുത്ത് ഇത് വെക്കുന്നത് ഏറെ ഗുണം ചെയ്യും. മണി പ്ലാന്റിന്റെ ഇലകൾക്ക് കൂടുതൽ പച്ച നിറമെങ്കിൽ അത് ശക്തമായ ധനാഗമത്തെയാണ് സൂചിപ്പിക്കുക. പച്ച നിറത്തിലുള്ള ചട്ടിയിലോ പാത്രത്തിലോ മണി പ്ലാന്റ് വളർത്തുന്നത് നമ്മൾക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതിന് ഇടയാക്കും. അതുപോലെ എപ്പോഴും നമ്മൾ മണി പ്ലാന്റിനെ വെട്ടി ഭംഗിയായി നിർത്തണം. പക്ഷെ അങ്ങനെ വെട്ടി ഭംഗിയായി നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മണി പ്ലാന്റ് വീട്ടിലുള്ളവരല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് വെട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മണി പ്ലാന്റിന്റെ ഇലകൾ ആവശ്യമുള്ളപ്പോഴെല്ലാം വെട്ടി മാറ്റണം. പ്രത്യേകിച്ചും അവ മഞ്ഞയോ തവിട്ട് നിറമോ ആയി മാറുകയാണ് എങ്കിൽ. അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയട്ടെ, സമ്പത്തിന്റെ ദേവതയായ ശുക്രന്റെ ശത്രുഗ്രഹമായ ജൂപ്പിറ്റർ വാഴുന്ന സ്ഥലമാണ് വടക്കിഴക്ക് ഭാഗം. അപ്പോൾ ഒരു കാരണവശാലും വടക്കിഴക്ക് ഭാഗത്ത് മണി പ്ലാന്റ് വളർത്തുവാൻ പാടില്ല. ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി, നമസ്കാരം.